ഗുരുവായൂരപ്പന് രാവിലെ നിർമാല്യവും എണ്ണാഭിഷേകവും വാഗച്ചാർത്തും കഴിഞ്ഞതിന് ശേഷം ശംഖാഭിഷേകമാണ്. ഈ ശംഖാഭിഷേകം കണ്ടു തൊഴുമ്പോൾ ഭഗവാന്റെ ഭാവം വരുന്നത് കൽമഷനാശനം ആണ്. കൽമഷനാശന രൂപത്തിലാണ് ഭഗവാനെ ആ ഒരു സമയത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കുക. ഞാൻ പറയുന്നത് 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ള ആ വിഗ്രഹം എങ്ങനെ മാറുന്നു എന്നുള്ളതല്ല, ആ വിഗ്രഹത്തിലെ ദൈവ ചൈതന്യത്തിന്റെ ഭാവത്തിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കൽമഷനാശനാണ് ആ ഒരു സമയത്ത്, ശംഖാഭിഷേക സമയത്ത് നമ്മുടെ എല്ലാ കൽമഷങ്ങളും നീങ്ങി അതിൻ്റെ ഫലം പറയുന്നത് ധനധാന്യ സമൃദ്ധി ഉണ്ടാകും എന്നാണ് കേട്ടോ. ശംഖാഭിഷേകം കണ്ട് തൊഴുന്നതിലൂടെ ഭക്തജനങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാകും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇനി ഈ ശംഖാഭിഷേക സമയം വരുന്നത് ഏകദേശം 3:25 കൂടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. നിർമ്മാല്യ ദർശനത്തിനായിട്ട് വരിയിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്കാണ് ഇത് ഓരോന്ന് മാറി മാറി തൊഴാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനെല്ലാം തലേ ദിവസം നമ്മൾ വരിയിൽ നിൽക്കുക തന്നെ വേണം.